അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും
ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയാൽ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കുരിശിൻ്റെ അടയാളം നിങ്ങളെ ആശീർവദിക്കുന്നു. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ, ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ, ലോൺ ലഭിക്കാത്തവരെ, വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവരെ, കടങ്ങൾ പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതെല്ലാം പോംവഴികള്, ജപ്തി നടപടി നേരിടുന്നവരെ, കർത്താവെ അങ്ങ് വിചാരിച്ചതെല്ലാം പരിഹരിക്കാൻ കഴിയും. കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റും ഇൻ്റർവ്യൂ എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. റിസൾട്ട് വരുന്നുമില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റണില്ല, ജീവിതം സ്റ്റക്കായിപ്പോയവരെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിലെ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവരെ, മരുന്നുകൾ കഴിച്ചിട്ട് മരുന്ന് മാറി മാറി കഴിച്ചിട്ടും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ നീണ്ടു പോകുന്ന നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. 72 മണിക്കൂറിനുള്ളിൽ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധമ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാരുമായ സ്ഥലത്തിലെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൽ ഞാൻ എപ്പോഴും വിഷയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ്. അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം, പലപ്പോഴും അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം. അതായത് നമ്മുടെ സന്തോഷങ്ങൾ ജഡബദ്ധമാണ്, അതേസമയം തന്നെ ജഡമുക്തമായ ഒരു സന്തോഷമുണ്ട്. അതിന് നമ്മൾ സൂക്ഷ്മ സന്തോഷം എന്ന് പറയും. ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമല്ല, ജഡീയ സന്തോഷമാണ്. ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ദൈവദാനമാകാൻ സന്തോഷം എന്ന് പറയണത്, ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 4:7 എടുത്തേ. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യം, വീഞ്ഞ്, ജോലി, വിവാഹം, മക്കള്, ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള ആ വിഷയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവും, അല്ലേ? ആനന്ദം ഉണ്ടാവും. പക്ഷെ അപ്പോഴ് ആ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതാണ് ആസ്പദങ്ങൾ എന്ന് പറയുന്നത്, അടിത്തറകൾ. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതിന് ഇങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവവചനങ്ങളനുസരിച്ചും പരമാവധി ദൈവവചനം അനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കാതൊന്നും തോന്നത്തില്ല. കഥയില്ലെന്ന് പറയും, കഥയില്ലായ്മ തോന്നും. ജീവിതത്തിൻ്റെ കഥയില്ലായ്മകൾ
ജീവിതത്തിനെ കുറിച്ച് കഥാപൂർണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട്. ശരിക്കും കഥയില്ലായ്മകൾ, ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ്, പെട്ടെന്ന് പോകും, ഞാനത് റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും, അതെല്ലാം റെക്ടിഫൈ ചെയ്യും. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചതെന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത്, എന്തുകൊണ്ട് സംഭവിച്ചതെന്നാണ് മനസ്സ് റീഡ് ചെയ്യണത്. അത് കാരണം അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത്. അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും. പിന്നെ ഞാനുമായിട്ടൊക്കെ ചില ബോൾത്തേക്കം ഉണ്ടാവും, ചില വിഷയമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് വിഷമം തോന്നും, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ചെയ്യണത് ശരിയാണ്, എല്ലാവരുടെയും തോളൊക്കെ ആയിട്ട് മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലി വഴിക്ക് കടന്നു പോകും. അപ്പം അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം, അവിടെ അല്ല പ്രശ്നം. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ലോങ് ടേണിൽ ബാധിക്കത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പോലെ തോന്നും. അപ്പം ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ആണെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിന് നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്ത് ദൈവം മാറ്റിക്കളയും. നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യമാകുമായിരുന്നു. ദൈവം ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കളയും. പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുവേ, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പറയും, സി ജോസഫ്, ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുവാന്ന് പരിശുദ്ധാത്മാവ് തോന്നുന്നു എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ ഈ ഭാരം അത്രയും തോന്നത്തില്ല, ഞാൻ കുറച്ച് മറന്നു പോകുമായിരിക്കും. അപ്പോൾ പിന്നെ ചോദിക്കും, ഒരു 100 ദിവസം കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓർക്കത്ത് കൂടിയില്ല, അങ്ങനെ സംഭവം. അപ്പം പിന്നെ ഇപ്പം അങ്ങനെ ആകാൻ പാടില്ലെന്നിരിക്കും. അതാണ് അത് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ, അവനെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ വരദാനങ്ങളൊന്ന് പഠിപ്പിക്കലാണ്. അത് വചനം മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചും. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ, 30 കൊല്ലം കഴിയുമ്പോൾ ഈ വഴക്ക് അതേപടി നിലനിൽക്കുമോ നിങ്ങൾ ചോദിക്കണം. 30 കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ആ വഴക്കടിക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല. അപ്പോൾ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ്, ശാശ്വതമല്ല. അപ്പം ശാശ്വതമല്ലാത്തതും നാളെ അതാ ഈശോ പറഞ്ഞത്, ഇന്ന് കാണുന്നതും നാളെ തീരെറിയപ്പെടുന്നതുമായ പുല്ലിനെ പോലും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതിൻ്റെ അതിൻ്റെ ക്ഷണികതയേക്കാൾ എന്നെ ബാധിച്ചതൊന്നുമല്ല. ലൂക്കാ 12:28. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അതിൽ എന്നെ സ്വാധീനിച്ച വാക്യം എന്താണെന്നറിയാം,
ഇന്നുള്ളതും പല സംഭവവും നാളെ ഇല്ലാത്തതാണ്. അതാണ് എൻ്റെ സത്യം. ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകമുണ്ട്, വാശിയുണ്ട്, മത്സരമുണ്ട്. ഇപ്പം ഈ വിഷയങ്ങൾ എന്താ? നാളെ ഇല്ല. അതാ വിഷയം. ഇന്നില്ലാത്തത് ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോ അതിനിട്ട പേരെന്താണ്? പുല്ല്. പിടികിട്ടിയാ? ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? പുല്ല്. അതായത് നിസ്സാരമായ കാര്യത്തിന് പുല്ലെന്ന് പറയും. അതുപോലുള്ള, അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറും. അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിയോ, വൈഫിൻ്റെ പേര് ഷൈല. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലായി 30 വർഷത്തോളമായി. അവിടെ ഒരു ട്രഷറിയിലെ സീനിയറായിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു 30 വർഷമായിട്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. 2011 എന്നെ ഒരു ആക്ടിംഗ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആക്ടിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒഫീഷ്യൽസ് 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിംഗ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത്. പിന്നീട് അത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു. അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുകയുണ്ടായി. 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ആ സമയത്തെല്ലാം ഞങ്ങൾ 2019 ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അപ്പോൾ അവർ എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതി കേസായി മാറുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു. ആദ്യമായിട്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും 10 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫെബ്രുവരി 2023 എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ മീനിങ് ആയിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് 2023 ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർന്നു. ഞാൻ മെൻ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു. ഓഗസ്റ്റ് 27 ഞാനിവിടെ വരികയും 5 ദിവസത്തെ ലീവിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക്
പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി, പുതിയ വക്കീൽമാരെ വെച്ചു. അങ്ങനെ ആ കേസ് അവസാനം 2025 കേസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ഈശോ എന്നോട് പറഞ്ഞു, ജിയോ ഓപ്പൺ ഫിലിപ്പ് 2:15. എനിക്ക് ഫിലിപ്പ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല, എനിക്ക് അതിലത്തെ വചനങ്ങളും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുണ്ടായി, ഫിലിപ്പ് 2:15 പറയുന്നു, അതിലെന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ, അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ, ഇവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതാണ് എനിക്ക് കിട്ടിയ വചനം. ആ വചനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 24 ഒക്ടോബർ 2025 ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ പോൾ, അവിടെ എന്നെ അങ്ങനെ വിളിക്കുക, മിസ്റ്റർ പോൾ, എല്ലാ കേസുകളും നിന്നെ വിമോചിച്ചിരിക്കുന്നു, നീ കുറ്റക്കാരനല്ല ഒന്നിലും. അങ്ങനെ എന്നെ കോടതി വെറുതെ വിടുകയും ദൈവത്തിന് അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മറിയൻ ഷ്രൈൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവിടുത്തുകാരാണ്, കൂടുതലും ബ്ലാക്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അവരെ കൊണ്ട് ഉടമ്പടിയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയറും ഈ പേപ്പർ കൊടുത്ത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ച്. പക്ഷെ അതിനുള്ള ഒരു പ്രയാസം, അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം മലയാളത്തിലായതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും ഞാൻ കേൾക്കുകയും അതിലുള്ള എല്ലാ വചനങ്ങളും ഇംഗ്ലീഷിലാക്കി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ എഴുതി ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട്. ധ്യാനം കേൾക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 200 പേർക്കെങ്കിലും ദൈവവചനം ഞാൻ എത്തിക്കും ഓൺലൈനിൽ കൂടി, ഇംഗ്ലീഷിൽ. ഇതാണ് കൂടുതലായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത്. കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞാനും ശൈലിയും കൂടി 25 പാവപ്പെട്ട ഫാമിലിക്ക് ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് വാങ്ങിച്ച് എല്ലാ മാസവും കൊടുക്കും. അങ്ങനെ പിന്നെ ചെറിയ പാവപ്പെട്ട ആര് സഹായം ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യും. ആ രീതിയിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. എന്നെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ശുണ്ടിക്കുള്ള ആൾ തന്നെയാണ് ഞാൻ, പക്ഷേ ശുണ്ടിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റായിട്ട് പോയി. ആർക്ക് വേണമെങ്കിൽ ഞാൻ ചീത്ത പറയാം, ഒരു കുഴപ്പമില്ല. അത് മുഴുവൻ ഈശോയുടെ നാമത്തിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അത് ആ ഉത്തേജനം കിട്ടിയത് ഫാദർ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. എന്ത് ചെയ്താലും നന്ദി, താങ്ക്സ് പറയുക, ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ്ഫുള്ളാണ്, ഈസ് വർക്കിംഗ് വെരി വെൽ. പിന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയും അഖണ്ഡ ജപമാല ചെല്ലും. എല്ലാ ദിവസവും സമ്പൂർണ്ണ 4 റോസറീസ് വെച്ച് എല്ലാ ദിവസവും ചെല്ലും. പിന്നെ മറ്റു പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കേസ് പോകാൻ കാരണം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടൽ കാരണം മാത്രമാണ് ഈ കേസ് എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷൈല. ഞാൻ ഈ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആ കേസിൽ ഹസ്ബൻഡായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു, ഞങ്ങളും മക്കളും ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കേസിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. മാതാവിനെ ഞാൻ 3-4 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ ഈ കേസിൻ്റെ വിധി പറയണതിൻ്റെ തലേന്ന് രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിൽ ഞാൻ ആക്ച്വലി കാണുന്നത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ മമ്മി മരിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കാണുന്നത് മമ്മീനെയാണ്. ഞാനൊരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ മമ്മി മുറിയിൽ കയറി വരും. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി എങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നേ? ഞാൻ മുറിയൊക്കെ പൂട്ടി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അത് നീ പൂട്ടിയാലും ഞാൻ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞു.
ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മിയല്ലായിരുന്നു മാതാവായിരുന്നു എന്ന്. കാരണം തലയിൽ കൂടി തുണിയെല്ലാം ഇട്ട് ഗ്രേ കളറിലെ ഉടുപ്പിട്ട ഒരമ്മയാണ് ഞാൻ കണ്ടിരുന്നത് സ്വപ്നത്തിൽ. അതിൽ ഞാൻ സംസാരിച്ചത് എൻ്റെ മമ്മിയോട് സംസാരിക്കണ പോലെയാണ്. പക്ഷെ ഉണർന്നപ്പോൾ അത് അമ്മയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ കേസ് ഒരു വിജയമാകുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. അക്രൈസ്തവരായ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ മോന് 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമ്മ ഹിന്ദുസാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവിൽ വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കാൻ? അങ്ങനെയെങ്കിൽ കൃപാസനത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവരെന്നും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ അവരുടെ മരുമകൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു മോളെ കിട്ടുകയും ചെയ്തു. അതുപോലെ വേറൊരു അക്രൈസ്തവ എൻ്റെ കൊളീഗായിരുന്നു, അവർക്കും 2ാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവ് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ സ്വാഗതം ചെയ്തതെന്ന് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകി, അങ്ങനെ ചെറുതും വലുതുമായ എല്ലായിടത്തും ഞങ്ങൾ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ജിയോ കോർട്ടിൽ പോകുമ്പോൾ കോർട്ടിൽ എന്ന് പോയാലും ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ്. എല്ലാ കാര്യങ്ങളും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ദൈവകുമാരനും. യാക്കോബിറ്റ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാതാവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ ആത്മാവും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ അതിവിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ 17 വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലായിരുന്നു. അപ്പോൾ ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടായുടെയും കൊച്ചിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനും കടങ്ങൾ വീട്ടുവാനും വേണ്ടി. ആ സമയത്താണ് 4-5 വർഷമായി ഞങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് എല്ലാം ചെയ്ത്, പക്ഷേ കൊറോണ മൂലം അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് UK പോകാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ അവിടെ ഭയങ്കരമായിട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ വൈഫ് ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ബീനയ്ക്ക് NHS ജോലി കിട്ടി, ചേട്ടൻ അപ്ലൈ ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറയണത്. അപ്പോൾ ബീന എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുത്തു. ബീന അന്ന് 12 മണി രാത്രി 12 മണി 1 മണിയായപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചിന് പറഞ്ഞ് ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കൊച്ച് അതെല്ലാം അപ്ലൈ ചെയ്തു. ഞങ്ങൾ 85 ആപ്ലിക്കേഷൻ അയച്ചു. അതിൽ 2 ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ വർത്തിങ്ങിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചു സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ഇമെയിൽ വിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ കെയർ ഹോമിൽ ഒരു CQC പ്രോബ്ലം മൂലം ആ കെയർ ഹോം ക്ലോസ് ചെയ്യാമെന്ന് അറിയുന്നത്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പേപ്പർ തന്നു. ഞങ്ങളാകെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ വീട്ടിലുണ്ട്. ആ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഈ ജോലി എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇത് ഇൻ്റർവ്യൂ പാസ്സായാലും ഇല്ലെങ്കിലും മമ്മിക്ക് എങ്ങനെയാണ് ജോലി കിട്ടണേ? സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മിക്ക് ജോലി കിട്ടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും തരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടമ്പടി കാശ് രൂപവും ഓടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങളെന്നും രാവിലെ വൈകിട്ടും എന്നും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയും മോള് എന്നും മാതാവ് പറഞ്ഞു കൊടുക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും മോളെ എന്ന് പറയുമ്പോൾ കൊച്ചു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും ക്ഷീണം അല്ലെങ്കിൽ അസുഖം കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന മോള് വന്ന് വിളിക്കും, അമ്മ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൊച്ചിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ മോള് വന്ന് ഞങ്ങൾ വിളിപ്പിച്ച് മോള് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ.
അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കെയർ ഹോം കൂട്ടണം കൊണ്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പോയി. ആ ദിവസം വന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 10 മണിക്ക് ഞങ്ങൾക്ക് എത്തേണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, നമുക്ക് ഈ സഹനങ്ങളും കഷ്ടങ്ങളും എല്ലാം തരുന്നത് ഈ ജോലി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, നിനക്ക് എങ്ങനെ ജോലി കിട്ടും? അത് ഇൻ്റർവ്യൂ പാസ്സായാലും സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ജോലി കിട്ടും? അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തരും, അതുകൊണ്ടാണ് ഈ സഹനങ്ങളെല്ലാം എനിക്ക് തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലുള്ള എബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. അപ്പോൾ എബിൻ പറഞ്ഞു, ഞാൻ 10-15 വർഷമായിട്ട് ഇതുവരെയും അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും നിങ്ങളുടെ കെയർ ഹോം പൂട്ടുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകണമല്ലോ, അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയിക്കോ, അതൊരു എക്സ്പീരിയൻസ് ആവുന്നല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളെ എല്ലാവരെയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാവരെയും അകത്ത് കയറ്റി മേട്ടൻ ആദ്യം പറയുന്നത് ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ചു, സ്പോൺസർഷിപ്പ് കിട്ടുമെന്നല്ലേ കൊടുക്കുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം മാതാവ് മാറ്റി എഴുതിയതെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ടാണ് അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കണേന്ന്. അപ്പോൾ ഞാൻ 8 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനറെല്ലാം ഓരോരുത്തരെ 2 പേരും വെച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് എക്സാമിന് പോയി. അപ്പം ഞാൻ ചേട്ടായിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി നന്നായി പ്രാർത്ഥിച്ചോ, ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും ഈ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പും ഞാൻ ഡോറിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ചേട്ടായി ഫോൺ എടുക്കാൻ പുറത്ത് പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഡിജി ചേട്ടൻ വന്ന് എന്നാ ചെറിയാച്ച കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടായി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ മേട്ടറും വന്നിട്ട് ചോദിച്ചു, ആടെ ഹസ്ബൻഡാണ് ഈ പുറത്ത് നിൽക്കുന്നത്, അവർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ കയറുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപത്തിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്മാർട്ടായിട്ട് നിൽക്കണം, സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ അതൊന്നും നോക്കാതെ കാശുരൂപത്തിന് കൈ വിടാതെ കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാമായിരുന്നു ചേട്ടായി ആ റൂമിൻ്റെ കോറിഡോറിൽ നിന്ന് കാശുരൂപവും ചേട്ടായി കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അറിയാവുന്നതൊക്കെ പറഞ്ഞു, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷനായി എന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു. അതേസമയം തന്നെ ഞാൻ വേറെ 2 നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അവിടെയും ഞാൻ ഉടമ്പടി ഉപ്പിട്ട് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ ഈ നേഴ്സിംഗ് ഹോമിൽ പ്രൈവറ്റ് സാലറി നല്ലതുണ്ട്, ഒരു നേഴ്സിംഗ് ഹോമിൽ എനിക്ക് മെഡിക്കേഷൻ കൊടുക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേട്ടായി പറഞ്ഞു, എനിക്ക് NHSൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടണമെന്ന് ഉടമ്പടിയിൽ വെച്ചായിരുന്നു. അതുപോലെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, 1 വർഷത്തിനുള്ളിൽ എനിക്ക് NHSൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ NHSൽ സാലറി കുറവാണെങ്കിൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച പ്രകാരം തന്നെ ഞങ്ങൾ NHSൽ ജോലിക്ക് കയറി. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ എല്ലാം തീർക്കാനുള്ള പൈസയിലൊക്കെ മാതാവ് തരുന്നത്. പക്ഷേ ആ സമയത്ത് ആർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ആ പൈസ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും മാതാവ് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കും. ഞങ്ങൾ എന്നും മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടായി പറയും, നീ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചായത് ചെളിയാക്കാതെ. അപ്പോൾ ഞാൻ പറയും, ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട്, ഞാൻ അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എനിക്കത് തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
ചേട്ടായി ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് ചെന്നു. ചേട്ടായിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടായിനെ ആദ്യം അവർ സെലക്ട് ചെയ്തില്ല. എങ്കിലും ഞങ്ങൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടായി, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ മലയാളി ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മാനേജർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടായി തിരിച്ച് മാനേജറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മാനേജർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ ആ മലയാളി സ്റ്റാഫ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചേട്ടായി അവിടെ ആൻസർ പറഞ്ഞു. ചേട്ടായിയുടെ അമ്മേനെ അപ്പനെ എങ്ങനെയാണോ നോക്കിയത് ആ രീതിയിലുള്ള ആൻസറുകളാണ് ചേട്ടായി കൊടുത്തത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും അവിടെ മാനേജർ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്താലും മാതാവിൻ്റെ കൃപയാലും ചേട്ടായിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ആളെയും ജോലിക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ CBT ഓസ്കി എക്സാം CBT തന്നെ ഇതുമാതിരി ഭയങ്കര പാടായിരുന്നു. ഞാൻ CBT എക്സാമിന് വേണ്ടി പോയപ്പോൾ കാശുരൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലും കീപാഡിലും പിന്നെ മൗസിലും ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പാട്ട് എളുപ്പമായിരുന്നു. പാട്ട് B ഭയങ്കര വിഷമമായിരുന്നു. ഒരു 100 ക്വസ്റ്റ്യനിൽ 10-15 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞ് അവർ എക്സാമിനർ വന്ന് ഇത് ക്ലോസ് ചെയ്യണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം അവരെന്നെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി റിസൾട്ട് മേടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ പാർട്ട് B പാസ്സായി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ വന്നു. അപ്പോൾ അടുത്ത പേപ്പർ ഞാൻ തുറന്നു നോക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് A ഞാൻ തോറ്റുപോയി. എൻ്റെ മാതാവ് സാരമില്ല, എന്നാലും ഞാനൊരു ഇത് ജയിച്ചല്ലോ, സാരമില്ല എന്നോർത്ത് ഞാൻ രണ്ടാമത്തെ പേപ്പറും തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാർട്ട് Aയും പാസ്സായി. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നാന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പുറത്തിറങ്ങി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ചേട്ടായിയോട് വിളിച്ചു പറഞ്ഞു, ചേട്ടായി എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ മാതാവ് എന്നെ വിജയിപ്പിച്ചു. നമ്മുടെ കയ്യിലൊന്നുമില്ല, കാശുമില്ല, ഒന്നുമില്ല, ഞാൻ ബലഹീനിയാണ്, കുറവുള്ളവരാണ്. എങ്കിൽ പോലും എൻ്റെ മാതാവ് എന്നെ തക്ക സമയത്ത് തന്നെ അവിടെ നിന്ന് സഹായിച്ചു. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനായാലും എക്സാമിന് പോകുമ്പോഴും ഞാൻ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓസ്കി എക്സാമിൻ്റെ സമയത്തായാലും ഞങ്ങൾക്ക് 2-3 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ വേണമായിരുന്നു. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളാകെ വിഷമിച്ചിരുന്ന സമയത്ത് ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞായിരുന്നു, 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് വിഷമിച്ചാണ് ഇരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അത് 2 വർഷത്തിന് ശേഷമായാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ CBT പാസ്സായി, ഓസ്കി എഴുതാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ എന്തിയെ ചോദിക്കാൻ, ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞ് ആ കൊച്ച് നാട്ടിൽ ലീവിന് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പൈസ കാണില്ല, നാട്ടിൽ പോവില്ല, അതുകൊണ്ട് ജിനോ ഞങ്ങൾ ചോദിക്കാഞ്ഞെന്ന് പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ, ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ജിനോ ഞങ്ങൾക്ക് 1000 പൗണ്ട് തന്നു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, നീ അടുത്ത പൈസയ്ക്ക് ഞങ്ങൾ ആരെങ്കിലോടും ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിനോ പറഞ്ഞു, ഈ ചേട്ടന് എത്ര പൈസ വേണ്ട, ഞാൻ അത്രയും തരാമെന്ന് പറഞ്ഞു. ആ കൊച്ച് അപ്പം തന്നെ ഞങ്ങൾക്ക് ജിനോ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം തന്നെ ഞങ്ങൾ ഓസ്കി എക്സാം ബുക്ക് ചെയ്തു. ഓസ്കി എക്സാം എനിക്ക് മോക്ക് എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഒത്തിരി താന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം 5 ദിവസം ഞാൻ പ്രാർത്ഥനയും കുറച്ച് സമയം ഉറങ്ങി, ബാക്കി പഠിപ്പും പ്രാർത്ഥനയായിട്ട് തന്നെ 5 ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഓസ്കി എക്സാം എഴുതി. പക്ഷേ ഭയങ്കര
പാടായിരുന്നു. എനിക്ക് ഓരോന്നിലും ഓരോ മിസ്റ്റേക്ക് ഉള്ളതായി തോന്നി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഉവ്വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. എനിക്കൊന്നും പറയാനുണ്ടായില്ല, കാരണം ഞാൻ ഭയങ്കര മനോവിഷമത്തോടുകൂടിയാണ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ചേട്ടായി ചോദിച്ചു എങ്ങനെയുണ്ട് എക്സാം? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ദൈവം എന്താണ് തീരുമാനിക്കണേ, ദൈവത്തിൻ്റെ ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾക്ക് ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ CBT എക്സാം എഴുതിയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും OSCE എക്സാം എഴുതിയപ്പോഴും ഞാൻ വിളിച്ചു പറയായിരുന്നു, ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. അപ്പോൾ ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചിയും ചേച്ചിമാരെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രാർത്ഥിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒത്തിരി പേര് നിന്നെയൊക്കെ സ്മാർട്ടായിട്ടുള്ള മിടുക്കികളും ചെറുപ്പക്കാരും ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം പോയി 2-3 പ്രാവശ്യം എഴുതണം. പിന്നെ നിനക്ക് ഒറ്റ പ്രാവശ്യം കിട്ടണമെന്ന് നീ പറയണേല, എന്നാ ദൈവത്തിന് ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ മാതാവിനറിയാലോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നീ അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ നീ എക്സ്ട്രാ പൈസ കൊടുക്കണം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കടങ്ങളാണ് മാതാവിനറിയാലോ, എൻ്റെ മാതാവേ ഞങ്ങളെ ജയിപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ചേട്ടായി നീ വിഷമിക്കൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപ കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ടാക്സി കയറിയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ OSCE പാസ്സായി എന്ന് പറഞ്ഞ്. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം കഴുത്തിലുണ്ട്. ആ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു മാതാവിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ID ചെക്കിനായിരുന്നു. ID ചെക്കിനായാലും ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ID ചെക്കിൽ എൻ്റെ നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കത് എവിടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ എനിക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, എനിക്കത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല മാതാവേ, എങ്ങനെയാണ് പോയതെന്ന് ഒരു ബോധ്യമൊന്നുമില്ല, നീ മാതാവ് എനിക്ക് കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരള കൗൺസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ ഭാഗവും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, അവിടെയൊന്നും കണ്ടെത്തിയില്ല. എൻ്റെ ചേച്ചിയുടെ മോനെ കേരള കൗൺസിൽ വിട്ടു, അവിടെയും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വിട്ടു, ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞായിരുന്നു. എൻ്റെ OSCE CBT എക്സാമിന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഓരോ വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. ആ വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അന്നേരം അവരെനിക്കൊരു ഇവിടുന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എന്നായാലും കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ചേട്ടായി ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടു, ചേട്ടായിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി സർട്ടിഫിക്കറ്റ് കിട്ടിയിടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, ചേട്ടായി ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടായി എണീറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടായി ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്, ഏത് ബാഗിൽ നിന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ID ചെക്കിന് പോണ 2 ദിവസം മുമ്പ് ഞാൻ കേരള കൗൺസിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മോളുടെ പേര് ആലിസ് എബ്രാഹം അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കിട്ടുമെന്ന്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ID ചെക്കിന് പോകാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ID ചെക്ക് കംപ്ലീറ്റ് ആക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു നല്ല പ്രാർത്ഥന അനുഭവമുള്ള കൊച്ചായിരുന്നു. ആ കൊച്ചിൻ്റെ മമ്മി എനിക്ക് വേണ്ടി വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എക്സാമിനർ ID ചെക്കിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കേരള കൗൺസിലാണ്, കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് എന്നിട്ട് നിങ്ങളുടെ കോപ്പി എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ID ചെക്കും കംപ്ലീറ്റ് ചെയ്തു.
ഞാനിപ്പോൾ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓഗസ്റ്റ് 8-ന് 6-7-നും അച്ഛൻ്റെ ധ്യാനം ആഷ്ഫോർഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ 2 ദിവസം ധ്യാനത്തിൽ പോയി. ആദ്യം ഇംഗ്ലീഷും മലയാളമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. അതിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, മോൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു അത്യാവശ്യമുള്ള 20 പേരുടെ മാത്രമേ പ്രാർത്ഥിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ കടന്നു പോണ വഴി ഈ മോളും അവിടെ അടുത്തുള്ള 2 കുഞ്ഞുങ്ങളും അച്ഛൻ്റെ കയ്യിൽ കൈക്ക് സ്തുതി കൊടുക്കണം ആദ്യം കൈകൂപ്പി നിന്നു. അപ്പോൾ അന്നേരം അച്ഛൻ ഇവരുടെ തലയിലും തോളത്തും ഇങ്ങനെ കവിളിലും തട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതിൽ കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പുതുക്കുന്നവരെ ഉടമ്പടി എടുക്കുന്നവർക്ക് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുകയാണ്, ഉടമ്പടി പുതുക്കിയവർക്കും ഉടമ്പടി പുതുക്കിയവരും ഉടമ്പടി എടുത്തവരും അല്ലാത്ത ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടൊന്ന്. അങ്ങനെ ചേട്ടായും കൊച്ചും മുട്ടുമേ നിന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എൻ്റെ മോന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മോൻ പുറത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കും മൊബൈൽ യൂസൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കൊച്ചിന് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചേട്ടായി പണ്ടേ മുതൽ ഒത്തിരി സഹായം ചെയ്യുന്നതാണ്. കടം മേടിച്ചായാലും പലിശക്ക് മേടിച്ചായാലും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ സമയങ്ങളിൽ 25 പാവപ്പെട്ട കുടുംബങ്ങളിലോട്ട് ഒരു വീട്ടിലോട്ടുള്ള കിച്ചണിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഓർഫനേജ് കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ അല്ല, ഞങ്ങൾ ഓർഫനേജിലാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കും, പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കും. പിന്നെ പാവപ്പെട്ടവരെ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ പൈസ കൊടുക്കും. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കും. നാട്ടിലായിരുന്നപ്പോൾ ചേട്ടായി ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ UK-ലായിരുന്നപ്പോൾ അത്ര സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ യൂത്തിൻ്റെ അവർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ചുള്ള പൈസ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസിലിടാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് വന്ന പിള്ളേരോട് എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ചേട്ടായി അവരുടെ കമ്പനിയിലുള്ള എല്ലാവരോടും പിള്ളേരില്ലാത്ത പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് പറയും, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന്. ഞങ്ങൾ എല്ലാവരോടും തന്നെ പറയാറുണ്ട്. ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഉടമ്പടി ഇതെടുത്തത്. അമ്മ മാതാവിനും കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് ജോഫി ജോർജ്. എൻ്റെ ഹസ്ബൻഡ് സനിൽ, മകൻ ജോയൽ സനിൽ, ജുവൽ സനിൽ. ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിൽ 17 വർഷമായിട്ട് അവിടെ ഷാർജയിൽ താമസിക്കുന്നു, ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മകൻ ഇതുപോലെ പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ എനിക്ക് എല്ലാ പരീക്ഷയും പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ എല്ലാ എക്സാമുകളും മാതാവിൻ്റെ സഹായത്താൽ ഒരു മെറിറ്റുമില്ലാത്ത എനിക്ക് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാം സാധിച്ചു കിട്ടി. അപ്പോഴാണ് ഈ ന്യൂസിലൻഡിൽ ഒരു ഓസ്കി എക്സാം പാസ്സാവാൻ വേണ്ടി
വളരെ പാടാണെന്നറിയുന്നത്. അപ്പോൾ ആ ടെൻഷൻ വെച്ചാണ് ഞാൻ ഒരു 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി തീർത്തു. എന്നിട്ട് ഒരു ദിവസം ഇതിന് ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ദൈവമാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അതായത് ഞാൻ ഡയറക്റ്റ് എക്സാം സെൻറ്റർ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓസ്ട്രേലിയയുടെ വിസ ഇല്ലാത്തതിനാൽ എനിക്ക് ആ ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ളത് അത് അവർ ക്യാൻസൽ ചെയ്ത് എന്നെ ഓഫ്ലോഡ് ചെയ്തു. അപ്പോൾ അവർ പിന്നെ ആ സെയിം ടൈമിൽ തന്നെ എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് വേറെ ഓക്ലൻഡിൽ ഫ്ലൈറ്റ് ലഭിച്ച് അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ സഹായത്താൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനും അവരെന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം പാസ്സാക്കുവാനും എനിക്കത് വലിയൊരു തുണയായി. അത് മാതാവിൻ്റെ വലിയ ഒരു ഇടപെടൽ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. പിന്നെ അതുവഴിയെ ഞാൻ പരീക്ഷ പാസ്സായതിനു ശേഷം ഞാൻ ഓസ്ട്രേലിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അത് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് എല്ലാം റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 25, 2025 ഞാൻ ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പം ആ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ വിസ പ്രോസസ്സിങ് എളുപ്പം ശരിയാവുകയും എനിക്ക് വിസ ഗ്രാൻഡ് ആവുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ രണ്ടാമത് തീർത്ഥാടന ഉടമ്പടി റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒക്ടോബറിൽ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു മാതാവിൻ്റെ ഒരു അടയാളമായിട്ട് എനിക്ക് എൻ്റെ എല്ലാം ശരിയാവുകയാണെങ്കിൽ, ജോലി ലഭിക്കുകയാണെങ്കിൽ എനിക്ക് മാതാവിന് ഈ പ്രദക്ഷിണത്തിന് കൈ പിടിക്കാനുള്ള ഒരു യോഗ്യത തരണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. തൽഫലമായിട്ട് എനിക്ക് മാതാവിനെ പിടിക്കാനുള്ളൊരു അവസരം കിട്ടുകയും ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ച് എനിക്ക് ശരിയാവുമെന്ന്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഉടനെ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരികയും എനിക്ക് ആ ഇൻ്റർവ്യൂ അതിൽ എനിക്ക് പാസ്സാവുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും നന്ദി. ഞാൻ പിന്നെ പറയാനുള്ളത് എൻ്റെ മകൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. അവൻ ഇപ്പോൾ അവൻ 11-നാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് മോഡൽ എക്സാമിനൊക്കെ വളരെ മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ആ ഉടമ്പടി ഞാൻ നിയോഗം വെച്ചിരുന്നു ജനുവരിയിൽ. തൽഫലമായിട്ട് എൻ്റെ മകന് 91.6% മാർക്ക് നേടി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലത് കയ്യിൽ ഷോൾഡറിലായിട്ടൊരു കാൽസിഫിക്കേഷൻ പോലെ ഫോം ചെയ്ത് സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. തൽഫലമായിട്ട് ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഇനി സർജറി വേണ്ട, ഒരു കോഴ്സ് സ്റ്റീറോയിഡിൻ്റെ ഒരു ഇതുകൊണ്ട് മാറിപ്പോകുമെന്ന് പറഞ്ഞ് അതിപ്പോൾ കാൽസിഫിക്കേഷനൊക്കെ മാറി. അത് മാതാവിന് നന്ദി പറയുന്നു. ഇങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ ലെഫ്റ്റ് എൽബോയിൽ ടെന്നീസ് എൽബോ എന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര എൽബോ പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ ഈ തീർത്ഥാടന ഉടമ്പടി പുതുക്കുവാനും ഈ ജപമാല റാലിക്ക് വരുവാനും അവസരം ലഭിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായി അത് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കൈയുടെ മുട്ടിൻ്റെ വേദന എല്ലാം മാറി. കൂടാതെ ഞാൻ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം ദൈവിക ഇടപെടലുകൾ കാരണം എൻ്റെ എല്ലാം മാറിക്കിട്ടി. ഇത് കൂടാതെ ഞാൻ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിക്ക് ശരീരം മുഴുവൻ നീർക്കെട്ടും വേദനയുമായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഒരു മെയ് 6-ാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൽ അങ്ങനെയുള്ള ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം പറഞ്ഞു. ഞാനതെൻ്റെ അമ്മയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ഇപ്പോൾ അതെല്ലാം മാറി. മമ്മിക്ക് പ്രായാധികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം മാറി സുഖമായിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും അധികം കൃപകളും കരുണകളും ലഭിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ 17-ാം തീയതി ഇൻ്റർവ്യൂവിൻ്റെ ഫലമായി കിട്ടിയ ജോലിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്.
പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ പേപ്പർ ഞാനിവിടെ വരുത്തുമായിരുന്നു. ഇവിടെ വിളിച്ചു പറഞ്ഞ് വരുത്തിച്ച് ഞാൻ അവിടെ ഉള്ള പള്ളികളിലും കൊടുക്കുമായിരുന്നു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഈ പേപ്പറുകൾ ഞാനിവിടെ ബസ് സ്റ്റോപ്പിലും ബസ്സിനകത്ത് പോകുമ്പോഴും ഞാൻ അവിടെയുള്ള ഷോപ്സിലും എല്ലാം പറഞ്ഞ് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. കാര്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞാനൊരു നഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു രോഗികളുള്ള മീൻസ് 2 പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയും അവർക്ക് പൈസ കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന. ആത്മീയമായിട്ടും എനിക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചു. ബൈബിൾ വചനങ്ങൾ അരമണിക്കൂർ വായിക്കുവാനും കൂടുതൽ നമുക്ക് വേറെ ഓരോ ചിന്തകളിൽ പോകാതെ, വേറെ യൂട്യൂബിൽ വേറെ ഇതിലൊന്നും പോകാതെ നമുക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ആത്മീയമായി എന്നെ അത് വളർത്തി. അതിന് ഇനി അങ്ങോട്ടും ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോഴും ഇതിലൂടെ എല്ലാം കൂടുതൽ വളരാനായിട്ടും ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. 2024 ജൂലൈ 10 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ മരിയൻ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള നല്ലൊരു കുരിശടിയുണ്ട്, മനോഹരമായ ഒരു കുരിശടിയുണ്ട്. ഞാൻ അവിടെ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും പരിശുദ്ധമായ ജപമാല ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അത് ചൊല്ലുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഈ ഉടമ്പടി ശരിയായ ഒരു രീതിയാണോ, ഇത് ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന ബ്രദർ പോൾ എന്ന് പറയുന്ന ബ്രദറിനെ ഞാൻ വിളിച്ചു. അദ്ദേഹവുമായി എൻ്റെ പ്രശ്നങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെന്ന് ആ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 10 ഞാൻ ഇവിടേക്ക് വന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ഭുതകരമായ തിരക്കും യാത്രയുടെ ക്ഷീണവും, എനിക്കാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം കൂടിയൊക്കെ ആയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെയോ ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഒന്നുണ്ടായില്ല. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ മുമ്പും ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ടായിരുന്നു. 10 സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 20 സ്റ്റെപ്പായിട്ട് ഞാൻ പുറകിലേക്ക് പോകും. അതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഉടമ്പടിക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നു. ദൈവം അകലെയല്ല, അടുത്ത് തന്നെയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും വലിയ മധ്യസ്ഥയാണെന്നുള്ള വലിയ ശക്തമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരു സ്നേഹിതനോടെന്ന പോലെ, ഒരമ്മയോടെന്ന പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനുള്ള, ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസം ജൂലൈ 30 എൻ്റെ ഈ മകൻ റിജോ, എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്, അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള നഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത്. പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിംഗ് ഉണ്ടായി, ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, ഇവന് നെഞ്ചുവേദന തുടങ്ങി, ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി.
വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയപാടെ ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത്. കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അമ്മ, ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ, ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല, ഞാൻ പരിശുദ്ധമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലവുമുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല. ഓരോ നിമിഷം കഴിയുന്തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു. ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു, ഇനി ഇവനെ ജീവനോടെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ്. വെറും 30% താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഈ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. പക്ഷേ എത്ര മണിക്കൂറെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻറ്റാണ്. എക്മോ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക. അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ചു വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡായിട്ട് കഴിയേണ്ടതായി വരും. ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ്. യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു. കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മരുന്ന് മാറി കുത്തിവെച്ചു, കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി. അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ. പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു, പോലീസ് എൻക്വയറി നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ പുറമേ മത്സരം, ഉള്ളിലോ ഭയം. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു. ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 10ഓളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു. മതവ്യത്യാസമില്ലാതെ, സഭാവ്യത്യാസമില്ലാതെ പലരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കും, അത് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച, 4-ാം തീയതി ഞായറാഴ്ച, എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു. അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു. ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഇവൻ്റെ അടുക്കലെത്താൻ വേണ്ടി എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ 3-ാമത്തെ നിലയിലുള്ള ICUയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നിനക്കന്നതിന് സാധിച്ചില്ല. ഇപ്പോൾ ഇതാ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ
നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ നിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ എത്തിക്കണം, ബാക്കി അമ്മ നോക്കിക്കൊള്ളും. ഈ ബാക്കി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ICUവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ ലിസി അവിടെയുണ്ട്. ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7:30 വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് മകനെ കാറ്ററ്റിസം പഠിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത്. അദ്ദേഹവും വെഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി. അവിടെ രോഗിയായി കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു. അവർ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്നേറ്റു. ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റ്യൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ 3 പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി. ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് ഐസിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി. ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ഐസിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം വരച്ചു. കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ഐസിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുത മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്, മകൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ടുവച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട്. എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയൊരു പത്രമാണ്. ഇതുവരെ തുറന്നു പോലും നോക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് എടുത്തൊന്ന് വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനെടുത്ത് വായിച്ചത്. അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു, കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ 2 കൈകളും വിരിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ജോസെ, മകനൊരു കുഴപ്പമില്ല, മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കരയണോ ചിരിക്കണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത്. ഇവൻ ICUവിലായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യവും ഇവൻ്റെ ECG മോണിറ്റർ നിന്നു. അതായത് ഇവൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത. പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല, ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല. ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ
ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ്, ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ, അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത്, ആ സമയം മുതൽ യവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. യവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി. യവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. 2 ആഴ്ചയോളം ഇവൻ ICUവിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഏകദേശം 6 മാസത്തോളം ഇവന് സമ്പൂർണ്ണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ